പ്രേം നസീർ മുതൽ വിനീത് വരെയുള്ള താരങ്ങളെ വെച്ച് സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് ഭരതൻ. പക്ഷെ നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ നമ്മുടെ പ്രിയപ്പെട്ട നടനായ സുരേഷ് ഗോപിനെ നായകനാക്കിയിട്ട് ഭരതൻ ഒരു സിനിമ ചെയ്തിട്ടില്ല. ശരിക്ക് സുരേഷ് ഗോപിനെ നായകനാക്കി ഒന്നോ രണ്ടോ രണ്ട് സിനിമകൾ ചെയ്യേണ്ടതായിരുന്നു. അതിലൊരു സിനിമയുണ്ട്. ആക്ച്വലി ആ ഒരു സിനിമ 86 ആ ഒരു വർഷം, 86 87 ആ ഒരു കാലത്ത് ഒരു സിനിമ ഭരതൻ പ്ലാൻ ചെയ്തു. അന്ന് ഭരതന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായ ജോൺ പോൾ ആയിരുന്നു അതിന്റെ തിരക്കഥ എഴുതേണ്ടത്. അപ്പൊ അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ റെഡിയായി, എല്ലാം കഴിഞ്ഞു. അതിന്റെ കമ്പോസിങ് വരെ നടന്നു. ആക്ച്വലി അതിന്റെ കമ്പോസിങ് ഭയങ്കര രസകരമാണ്. അന്ന് ഓവൻ വി കുറുപ്പ് എഴുതുന്നു, പാട്ടുകൾ എഴുതുന്നു, ജോൺസൺ സംഗീതം നിർവഹിക്കുന്നു. അപ്പൊ ഭരതനും ജോൺ പോളും അതുപോലെ തന്നെ അന്ന് ഇവരുടെ സ്വന്തം സഹചാരി അല്ലെങ്കിൽ വളരെ ശിഷ്യനായ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു പിന്നീട് വലിയ ഡയറക്ടറായി മാറിയ ജയരാജ്. അപ്പൊ ഇവരെല്ലാരും കൂടി വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ മദ്രാസിലിരുന്നതിന്റെ ചർച്ചയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഓവൻ ലിറിക്സ് എഴുതുന്നു, ജോൺസൺ സംഗീതം ചെയ്യുന്നു, ഇടയ്ക്ക് ജോൺസൺ മ്യൂസിക് ഇടുന്നു. അപ്പൊ നമുക്കറിയാം പണ്ടത്തെ ഒരു രീതികൾ, പണ്ട് കൂടുതലും ലിറിക്സ് എഴുതിയിട്ട് പിന്നെ മ്യൂസിക് ചെയ്യുന്നതാണ്. അപ്പൊ അതിലെ ഓരോ വരികൾ ഇങ്ങനെ എഴുതുകയാണ്. മെല്ലെ മെല്ലെ മുഖപടം എന്ന് പറയുന്ന വരി, അതുപോലെ തന്നെ പൂവേണം, അങ്ങനെ മനോഹരമായിട്ടുള്ള വരികൾ എഴുതുന്നു, ജോൺസൺ സംഗീതം നിർവഹിക്കുന്നു. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ആ ഒരു സിനിമയുടെ പേരായിരുന്നു കൃഷ്ണപക്ഷം. അന്ന് സുരേഷ് ഗോപിയും അശോകനും പാർവതി ഇവര് 3 പേരുമായിരുന്നു അന്നത്തെ പ്രധാന താരങ്ങളായിട്ട് ആ ഒരു സിനിമയിൽ പ്ലാൻ ചെയ്തത്. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഒക്കെ തുടക്ക സമയമാണ്. നമുക്കറിയാം 86 എന്ന് പറയുന്ന ആ ഒരു വർഷമൊക്കെയാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും ബ്രേക്ക് ആയത്. രാജാവിന്റെ മകൻ എന്നൊരു സിനിമയിലൂടെയൊക്കെയാണ് സുരേഷ് ഗോപി ബ്രേക്ക് ആയത്. അപ്പൊ ഇതൊരു 87 എന്ന് പറയുന്ന ഒരു വർഷം തുടക്കമൊക്കെയാണ് ഇതിന്റെ ഒരു പ്ലാനിങ് ഒക്കെ. അങ്ങനെ ഇവർ ഷൂട്ട് വരെ തുടങ്ങി. ഷൂട്ട് തുടങ്ങിയ ശേഷം ഒരു ദിവസം അതിന്റെ എഴുത്തുകാരൻ ജോൺ പോൾ, സത്യനന്ദിക്കാട്, ഇവരും അന്ന് ജോൺ പോൾ സത്യനന്ദിക്കാടിന് വേണ്ടിയും സിനിമകൾ എഴുതുന്നുണ്ട്. ജോൺ പോൾ വളരെ തിരക്കേറിയ ഒരു എഴുത്തുകാരനാണ്. അപ്പൊ സത്യനന്ദിക്കാടും ജോൺ പോളും തമ്മിൽ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ കഥ ജോൺ പോൾ സത്യനന്ദിക്കാടിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ സത്യനന്ദിക്കാട് ഞെട്ടി. എന്നിട്ട് പറഞ്ഞു, ഇതേ കഥയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് റിലീസായോ അത് റിലീസ് ആവാൻ പോവാണ്. സത്യനന്ദിക്കാടിന്റെ കഥ അറിയാം. കൊച്ചിൻ ഹനീഫ ഡയറക്ട് ചെയ്ത ആൺകിളിയുടെ താരാട്ട് എന്ന സിനിമ. അതിൽ മമ്മൂട്ടി, രേവതി, പിന്നെ റഹ്മാനും ലാലു ലക്സനും വലിയൊരു താരനിരയുള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ ആൺകിളിയുടെ താരാട്ടും ഇതിന്റെ കഥയും തമ്മിൽ ഭയങ്കര സാമ്യതയുണ്ട്. അപ്പൊ ഇത് സത്യനാഥ് ജോൺ പോൾ പറഞ്ഞപ്പോൾ ജോൺ പോളിന് ഭയങ്കര വിഷമായി. അങ്ങനെ ജോൺ പോൾ ഇത് ഭരതന്റെ അടുത്ത് പറയുന്നു. അങ്ങനെ അവിടെ വെച്ച് ആ സിനിമ നിർത്തുകയാണ്. എന്നിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവർ വേറൊരു കഥ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് വേറൊരു സ്റ്റാർ കാസ്റ്റ്, അതിലെ പാർവതീനെ അഭിനയിപ്പിച്ചു. പിന്നെ നെടുമുടി വേണും ശാരദയും വന്നു. ആ ഒരു സിനിമയാണ് ഒരു മിന്നാമിന്നിങ്ങിന്റെ നുറങ്ങുവെട്ടം. ആ ഒരു സിനിമ നമുക്ക് ഇന്ന് നെടുമുടി വേണു അല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കഥയാണ്. ഒരു പക്ഷെ ജോൺ പോളിന്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കഥയായിരിക്കാം. അന്ന് ആ ഒരു സിനിമ 87 നാഷണൽ അവാർഡ് വരെ ഫൈനൽ ജൂറിയിൽ വരെ എത്തിയത്, ഫൈനൽ റൗണ്ടിൽ വരെ എത്തിയിട്ടാണ് നെടുമുടി വേണു. അന്ന് പക്ഷെ അന്ന് അവാർഡ് കിട്ടിയത് കമൽഹാസനായിരുന്നു, ഇന്ത്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഒരു ചെറിയൊരു ഇത് വോട്ട് ശതമാനത്തിൽ എന്തുവാണെന്ന് നെടുമുടിക്ക് മിസ്സായത്. പക്ഷെ അവർ സ്റ്റേറ്റ് അവാർഡ് നെടുമുടി വേണുവിന് ലഭിച്ചു എന്നുള്ളതാണ്. എന്തായാലും അന്ന് ഞാനിപ്പോ ഇതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരാൾ കമന്റ് ചെയ്തത് ശരിക്കും അന്ന് ഭരതന്റെ പ്രിയപ്പെട്ട നടനായിരുന്ന ഭരത് ഗോപിനെയായിരുന്നു അന്ന് ആ ഒരു വേഷത്തിലോട്ട്, മാഷിന്റെ വേഷത്തിലോട്ട് വിളിച്ചത്. പക്ഷെ ഭരത് ഗോപിക്ക് ആ സമയത്ത് കുറച്ച് അസുഖങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ചികിത്സയുടെ ഭാഗമായിട്ട് കുറച്ച് മാറി നിന്നു. അപ്പൊ അതുകൊണ്ടാണ് നെടുമുടി വേണുവിന് ആ ഒരു വേഷം ലഭിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നെടുമുടി വേണുവിന്റെ കരിയർ വലിയൊരു ബ്രേക്കും കൂടിയാണ്. കാരണം അതിനുശേഷം നെടുമുടി വേണു അത്തരത്തിലുള്ള റോളുകൾ അതിന് മുമ്പും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയ്ക്ക് ശേഷമായിരിക്കാം നെടുമുടി വേണു സാന്ത്വനവും അതുപോലെ തന്നെ ഹിസനസ് അബ്ദുള്ള, പിന്നെ നമുക്ക് ബാലേട്ടൻ വരെ കുറെ സിനിമകളുണ്ട് ഇതേപോലെ ഒരു അച്ഛൻ അപ്പൂപ്പൻ വേഷങ്ങൾക്ക് നെടുമുടി വേണു. അന്നൊന്നും നെടുമുടി വേണുവിന് ഇത്ര വലിയ പ്രായം പോലും ഇല്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അന്ന് എത്ര വയസ്സുണ്ട്, 40 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അന്ന്. പൂച്ചക്കൊരു മൂക്കുത്തിക്ക് 84 ചെയ്യുമ്പോൾ നെടുമുടി വേണു 30s അദ്ദേഹം. എന്നിട്ടാണ് അത്തരത്തിലുള്ള വേഷമൊക്കെ ചെയ്തത്. എന്തായാലും അന്ന് കൃഷ്ണപക്ഷം നടന്നില്ല. സുരേഷ് ഗോപിക്ക് പിന്നീട് ഭരതന്റെ സിനിമകൾ അഭിനയിച്ചിട്ടില്ല. ഭരതൻ അതിനുശേഷം 90s കഴിഞ്ഞാൽ പാതയം, അതുപോലെ മഞ്ചിരധ്വനി, ചുരം, കേളി, കുറെ സിനിമകൾ ചെയ്തു. ഇതിനിടയ്ക്ക് ഒരു 95, 96 കാലഘട്ടം എത്തിയപ്പോൾ ഇതേപോലെ തന്നെ ഒരു സിനിമയും ഭരതൻ ചെയ്യേണ്ടിയിരുന്നുണ്ട്. അന്ന് കലു ഡെന്നിസിന്റെ അടുത്ത് ഒട്ടകം എന്ന് പറയുന്ന SK പൊറ്റക്കാടിന്റെ ഒരു കഥയുടെ റൈറ്റ്സ് മേടിച്ച് അത് കലു ഡെന്നിസിനെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കാനായിരുന്നു പ്ലാൻ. അന്ന് ഷീലേനെ ആ ഒരു സിനിമയിൽ, ഷീല എന്ന അഭിനയത്തിന് മാറി നിൽക്കണം, ഷീലേനെ കൊണ്ടുവരിക, സുരേഷ് ഗോപിനെ അഭിനയിപ്പിക്കുക, ഒരു പുതുമുഖ നായികനെ കൂടി ചെയ്യണം, അഭിനയിപ്പിക്കണം എന്നായിരുന്നു ഭരതന്റെ പ്ലാൻ. അങ്ങനെ ഇതേപോലെ ഭരതന്റെ വീട്ടിലിരുന്ന്, തൃശ്ശൂർ വീട്ടിൽ ഇരുന്ന് ഇതിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അന്ന് ഒരു TV-യിൽ ഒരു സിനിമ അന്ന് അവർ കണ്ടു. അത് പൊന്നുച്ചാമി എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അത് പൊന്നുച്ചാമി എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് TV-യിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൽ കുറച്ച് സീൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്
ഒട്ടകത്തിന്റെ കഥയുമായിട്ട് ഭയങ്കര സാമ്യത ഉള്ളതുപോലെ ഇവർക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ വെച്ചിട്ട് ആ ഒരു സിനിമയും ഡ്രോപ്പ് ആവുകയാണ്. അപ്പോൾ ശരിക്കും സുരേഷ് ഗോപിനെ വെച്ച് ആലോചിച്ച് 2 സിനിമയും അന്ന് ഭരതന് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ പറയുന്ന വേറൊരു രസകരമായിട്ടുള്ള കാര്യം, ഇതിലെ ഇവര് ആദ്യം എഴുതിയ അതേ പാട്ടുകൾ, ഇതിലെ മെല്ലെ മെല്ലെ എന്നുള്ളൊരു പാട്ടും മറ്റു പാട്ടുകളെല്ലാം അതേ പാട്ട് തന്നെയാണ്. അത് ഭരതന് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. കാരണം അതിന് ഉപയോഗിച്ച അതേ പാട്ട് ഈ പറയുന്ന കൃഷ്ണപക്ഷത്തിൽ കൃഷ്ണപക്ഷ സിനിമ നടക്കാതിരുന്നപ്പോൾ അതേ സോങ്സ് മിന്നാമിനിങ്ങിന് നുറുങ്ങുവട്ടത്തിൽ വേണ്ടിയും അതിൽ കൊണ്ട് പ്ലേസ് ചെയ്തു. പക്ഷെ അതിൽ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അതിലെ പല ലിറിക്സിൽ അതിൽ കൃഷ്ണപക്ഷം ഒരു പെങ്ങളുടെ കഥയായിരുന്നുകൊണ്ട് അതിലൊരു പെങ്ങൾ അനീതി എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകളൊക്കെ ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതൊരു മകൾ എന്നുള്ള അർത്ഥത്തിലോട്ട് കുറച്ച് വാക്കുകൾ ONV മാറ്റി എന്നുള്ളതാണ്. അതൊരു ONV കുറിപ്പ് എന്ന് പറയുന്ന ഒരു കവിയുടെ, ഒരു രചയിതാവിന്റെ ഒക്കെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. ഇത് ഭരതനും ആ ഒരു സെൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു മിന്നാമിനിങ്ങ് നുറുങ്ങുവട്ടം എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചും ആൺകിളിയുടെ താരാട്ടം എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചും നിങ്ങൾ പറയുക. നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതാണെന്നുള്ളത് നിങ്ങൾ പറയുക. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഭരതന്റെ പല സിനിമകളുണ്ടായി, ഭരതൻ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ 90s ശേഷമൊക്കെ. അതിലേതെങ്കിലുമൊക്കെ ഒരു സിനിമയിൽ സുരേഷ് ഗോപി അഭിനയിച്ചിരുന്നെങ്കിൽ, അത് കേളിയായിക്കോട്ടെ, പാതയമായിക്കോട്ടെ, ചുരമായിക്കോട്ടെ, ദേവരാഗമായിക്കോട്ടെ, ഇതൊക്കെ സുരേഷ് ഗോപി അഭിനയിച്ചിരുന്നെങ്കിൽ ഇതിലേതെങ്കിലും സുരേഷ് ഗോപിക്ക് പറ്റിയ റോളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കമന്റ് ചെയ്യുക.